ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി നമ്മൾ ആഘോഷിക്കുമ്പോൾ തന്നെ താമസിയാതെ ഗുരുവിൻ്റെ സമാധി ദിനവും വരുന്നുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ സമാധി ദിനം വളരെ വിപുലമായ രീതിയിൽ ആചരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എവിടെയൊക്കെയാണോ ഗുരുദേവ ഭക്തന്മാരുള്ളത് അവരൊക്കെ അവരാൽ ആകുന്ന വിധത്തിൽ ആചരിക്കുന്നുണ്ട്. അതൊരു ആധ്യാത്മികമായിട്ടുള്ള ഒരു മാനം പലപ്പോഴും ആളുകൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ആ തലത്തിലേക്ക് അവർ പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സമാധി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സന്യാസിമാർ ശരീരം വിട്ടുപോകുമ്പോൾ, ഈ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ് അതിന് സാധാരണ ആളുകൾ മരണമെന്നും സന്യാസിമാരായിട്ടുള്ള ജീവൻ മുക്തനായിട്ടുള്ള ആളുകളൊക്കെ ഈ ശരീരം വിട്ടുപോകുമ്പോൾ അത് സമാധി എന്നും മഹാസമാധി എന്നൊക്കെ പറയാറുണ്ട്. നമ്മളുടെ മഹർഷിമാർ ജ്ഞാനയോഗവും രാജയോഗവും ഭക്തിയോഗവും ഒക്കെ കുറിച്ച് പറയുമ്പോൾ അതിൽ രാജയോഗം, അതിനകത്താണ് ഈ സമാധി ശബ്ദം നമ്മൾ കാണുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ ഇങ്ങനെ പടിപടിയായിട്ട് മനസ്സിനെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക, അങ്ങനെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ഈ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക അല്ലെങ്കിൽ ലയിപ്പിക്കുക, ആ ഒരു പ്രക്രിയയാണ് ശരിക്കും സമാധി അവസ്ഥയിൽ സംഭവിക്കുന്നത്. അതിന് യമവും നിയമവും ആസനവും പ്രാണായാമവും ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പക്ഷേ പല ആളുകളും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു വാക്കിനെ ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തിടത്തുമൊക്കെ പ്രയോഗിക്കും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സമാധിയാകുക അല്ലെങ്കിൽ സമാധിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഈ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ ആ നിയന്ത്രണം, യമനിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ആസനവും അതുപോലെ മനസ്സ് ഒക്കെ വെളിയിലേക്ക്, ഇന്ദ്രിയങ്ങളൊക്കെ വെളിയിലേക്കാണ് പോകുന്നത്. അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം, പ്രത്യാഹരിക്കണം. അതേപോലെ ഈ മനസ്സിനെ ഒരു പ്രത്യേക പോയിന്റിൽ നമ്മൾക്ക് ഏകാഗ്രപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഏകാഗ്രപ്പെടൽ നമുക്കൊരു ധ്യാനത്തിൻ്റെ തലത്തിലേക്ക്, അതിങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് യാതൊരു എഫർട്ടും കൊടുക്കാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ അതുവരെ, ഈ ധ്യാനം വരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു രൂപമോ ഒരു പോയിൻ്റോ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അതിലാണ് നമ്മൾ ഏകാഗ്രപ്പെടുത്തുന്നത്. എന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ, സമാധി തലത്തിലേക്ക് പോകുമ്പോൾ, അവിടെ നാമരൂപങ്ങളൊന്നുമില്ല. അതൊന്നുമില്ലാതെ പരിപൂർണമായിട്ടും ആ ചൈതന്യം മാത്രമായിരിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിർവികൽപമായിട്ടുള്ള ആ സമാധി അവസ്ഥയിലേക്ക് ഈ സന്യാസിമാരായിട്ടുള്ള അല്ലെങ്കിൽ ആ ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ഇപ്പോൾ സന്യാസിമാർക്ക് മാത്രമല്ല ഇങ്ങനെ പോകാൻ, നമ്മുടെ ഒരു വ്യവഹാരത്തിൽ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ 4 ആശ്രമങ്ങളിൽ പ്രധാനമായിട്ട് ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ അത് വേഷത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലോ ഒന്നുമല്ല, അത് ആന്തരികമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ടും അയാൾക്ക് ഈ ഒരു നിലയിലേക്ക്, ഈ സമാധി അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിച്ച്
അടിച്ചമർത്തുക എന്നുള്ളതല്ല, അതിന് കൃത്യമായിട്ടുള്ള അറിവ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഉയർന്ന തലത്തിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ ശരീരത്തിന് പറയത്തക്ക പ്രാധാന്യമൊന്നും പിന്നെ അവർ കൊടുക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഈ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ ഈ മനുഷ്യ ശരീരം എടുത്തിരിക്കുന്നത്. അതിനു മുൻപ് എത്രയോ ജന്മങ്ങൾ നമ്മൾ കൃമികളായിട്ടും കീടങ്ങളായിട്ടും പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ ജനിച്ച് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം, ആ പ്രക്രിയയുടെ അവസാനമാണ് മനുഷ്യൻ. മനുഷ്യന് മാത്രമാണ് വിവേകമുള്ളത്. പക്ഷേ എല്ലാ മനുഷ്യരൂപങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യരല്ല. അവരുടെ സ്വഭാവത്തെ ആശ്രയിച്ച് നമ്മൾ അവരെ വിലയിരുത്തും. പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യരൂപേണ മൃഗാഹ ചരന്തി. മനുഷ്യൻ്റെ രൂപം മാത്രമേ ഉള്ളൂ, പക്ഷേ മൃഗത്തിൻ്റെയാണ് സ്വഭാവം. അത്രമാത്രം. കാരണം അവർക്ക് വിവേകം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വിവേകം ഇല്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും മനുഷ്യനായി മാറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ, മനുഷ്യനായി കഴിഞ്ഞാൽ, അവൻ ഈ ജനന മരണങ്ങളെല്ലാം അവസാനിപ്പിച്ച് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഒരിക്കലും ജനിക്കാത്ത, ഒരിക്കലും മരിക്കാത്ത ആ ചൈതന്യമാണ് എന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ ആ തിരിച്ചറിവ് ശരീരം ഉള്ളപ്പോൾ തന്നെ നമ്മൾ നേടേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ശരീരത്തിൻ്റെ സമയം കഴിഞ്ഞു കഴിയുമ്പോൾ, അപ്പോൾ എല്ലാ കെട്ടുപാടുകളും പോയി, എല്ലാ അതിർവരമ്പുകളും പോയി, ആ ചൈതന്യം മാത്രമായിട്ട്, ശുദ്ധമായിട്ടുള്ള ചൈതന്യം മാത്രമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ അവസ്ഥ തന്നെയാണ് ഇവിടെ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുദേവനും ആ രീതിയിലാണ് സമാധി പ്രാപിച്ചത്. അങ്ങനെയുള്ള മഹാത്മാവിനെ നമ്മളും പിന്തുടരുക. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിനും ഒരു കെട്ടുപാടുകൾ അല്ലെങ്കിൽ കെട്ടുറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഗുരുവുമായിട്ട് കൂടുതൽ അടുക്കുവാനും ഉള്ള ഒരു അവസരവും കൂടിയാണ്. അതിനെ ആ രീതിയിൽ നമ്മൾ സാധനാപരമായിട്ട് ഉപയോഗിക്കുക. ഏവർക്കും നമസ്കാരം.